Welcome all. I am Satish Kumar. Okay. ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു SPS ടിയും SPDTയും വെച്ചിട്ട് ഒരു സീരീസ് പാരലൽ കണക്ഷൻ, അതായത് ഹോസ്പിറ്റൽ വയറിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലുള്ള രണ്ടാമത്തെ ലൈറ്റ് സർക്യൂട്ടായ ഗോ ഡൗൺ അല്ലെങ്കിൽ വെയർ ഹൗസ് വയറിങ്ങിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഗോ ഡൗൺ അല്ലെങ്കിൽ വെയർ ഹൗസ് വയറിങ്ങിനെ കുറിച്ച് കണ്ടീഷൻസും മറ്റു സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ ഉണ്ട്. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നേരത്തെയുള്ള വീഡിയോ പോലെയല്ല, ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, നമുക്ക് അതിന്റെ കണ്ടീഷൻസ് എങ്ങനെ നോക്കാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് S1, അതായത് SPST ഓഫ് ആണ്. S2ഉം S3യും അപ്പെന്ന് കാണിക്കുക, അപ്പൊ അത് SPDTകളാണ്. അത് രണ്ടും അപ്പ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ കണ്ടീഷനിൽ L1, L2 ആൻഡ് L3 ആർ ഓഫ്. ഇവിടെ നോക്കുക, സപ്ലൈ പോകുന്നില്ല എന്നുള്ളതിന് ഉറപ്പാണ് നമ്മുടെ വയലറ്റ് വയേഴ്സ് കൊണ്ട്, ലാമ്പിലേക്ക് കൊടുത്തിരിക്കുന്ന വയലറ്റ് വയേഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബ്ലാക്ക് വയേഴ്സ് ആരോ കൊടുത്ത് കാണിച്ചിരിക്കുന്നത് കോമൺ ന്യൂട്രലാണ്. എല്ലായിടത്തും ന്യൂട്രൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ഫേസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ലൈറ്റ് ഓൺ ആവും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നോക്കുക. നമ്മുടെ സപ്ലൈ നേരെ വന്ന് SPSTയിൽ വന്ന് നിൽക്കുകയാണ്. അതിന് ഓൺ ആയാൽ മാത്രമേ SPDTയുടെ, അതായത് രണ്ടാമത്തെ സ്വിച്ചിന്റെ സെന്റർ പോയിന്റിലേക്ക്, അതായത് കോമൺ പോയിന്റിലേക്ക് സപ്ലൈ എത്തും. അപ്പൊ ഇവിടെ അത് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റുകളും ഓഫ് ആണ്. ഇനി നമുക്ക് അടുത്ത പിക്ചർ. ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, അതാ ഞാൻ ഈ പറഞ്ഞ വെറൈറ്റി എന്ന് പറയുന്നത്, നമുക്ക് ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, S1 ഓൺ ആണ്. കണ്ടീഷൻസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. സെക്കൻഡ് കണ്ടീഷനിനകത്ത് S1 ഇപ്പൊ ഓൺ ആയത്, SPST സ്വിച്ച്, വൺ വേ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞു. ഓൺ ആയപ്പോ ആ സപ്ലൈ വയർ SPDT എന്ന് പറയുന്ന രണ്ടാമത്തെ വയർ സ്വിച്ചിന്റെ കോമൺ പോയിന്റിലെത്തി. ആ സ്വിച്ച് ഇപ്പോ അപ്പ് പൊസിഷനിലായതുകൊണ്ട് ആ റെഡ് വയർ കാണിച്ചിരിക്കുന്നത് നേരെ, അതായത് SPSTയിൽ നിന്ന് വരുന്ന ഫേസ് മുകളിലത്തെ ടെർമിനലിൽ കിട്ടി. നേരെ ഫസ്റ്റ് ലൈറ്റ് കത്തി, ബാക്കി രണ്ടെണ്ണം ഇപ്പോ ഓഫാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് നോക്കാം. മൂന്നാമത്തെ സർക്യൂട്ട് ഡയഗ്രത്തിലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കണ്ടീഷൻസ് നോക്കാം. തേർഡ് കണ്ടീഷനിൽ S1 ഓൺ തന്നെയാണ്. S2 പക്ഷേ ഡൗൺ ആയി, അപ്പിൽ നിന്നും ഡൗൺ ആയി. S3 ഇപ്പോഴും എന്ത് തന്നെയാണ്, അപ്പ് തന്നെയാണ്. ഇപ്പൊ നോക്കുക, SPSTയിൽ നിന്നുള്ള, അതായത് വൺ വേ സ്വിച്ചിൽ നിന്നുള്ള സപ്ലൈ വന്നു, നേരെ രണ്ടാമത്തെ സ്വിച്ചായ SPDTയിലെത്തി. അത് ഡൗൺ ആയപ്പോ അതിൽ നിന്നുള്ള ഔട്ട് നേരെ മൂന്നാമത്തെ സ്വിച്ചിന്റെ സെന്റർ പോയിന്റിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യാം, അതിൽ നിന്ന് നേരെ അത് അപ്പായപ്പോ മുകളിലേക്കുള്ള സപ്ലൈ കിട്ടി, രണ്ടാമത്തെ ലൈറ്റിലേക്കുള്ള സപ്ലൈ എത്തി. ഇപ്പൊ എന്ത് സംഭവിച്ചു, ഒന്നാമത്തെ ലൈറ്റ് അണഞ്ഞു, രണ്ടാമത്തെ ലൈറ്റ് കത്തി, മൂന്നാമത്തെ ലൈറ്റ് ഇപ്പോഴും ഓഫ് തന്നെയാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ഇവിടെയും അതുപോലെ തന്നെയാണ്, വ്യത്യാസം വന്നിട്ടില്ല. ഒന്നും രണ്ടും ഓഫായി, മൂന്നാമത്തെ ലൈറ്റ് ഓണായി. SPST എന്നുള്ള സപ്ലൈ കോമണിലെത്തി, അവിടെ നിന്ന് തന്നെ അടുത്ത കോമണിലെത്തി, അവിടെ നിന്ന് നേരെ നമുക്ക് ലൈറ്റിലേക്ക് എത്തി. ഏകദേശം ഒരു മൂന്നാമത്തെ ലൈറ്റ് മാത്രം കത്തി, ഒന്നും രണ്ടും ഓഫായി. അപ്പൊ ഇത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ എത്ര ലൈറ്റുകൾ വേണമെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പറ്റും. ഒരു സമയത്ത് ഒരു ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോ ഏകദേശം ഒരു രൂപം ഇത് വെച്ച് എത്ര വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്ക് താങ്ക് യു.